ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് ഒരു പഴംപൊരി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. വൈകുന്നേരത്തെ പലഹാരത്തിന് അതിനു വേണ്ടി കുറച്ച് മൈദ എടുത്തു. അതിൻ്റെ അകത്ത് കുറച്ച് മധുരത്തിന് മാത്രം കുറച്ച് പഞ്ചസാര എടുത്തു. പിന്നെ ഉപ്പുവെള്ളം എടുത്ത് അങ്ങനെ ഒരുവിധം കൊഴുപ്പ് രൂപത്തിൽ തന്നെ കലക്കുക. അധികം വെള്ളമായി പോകരുത്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേങ്കിൽ തീരെ അറിയാത്ത ചില കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമ്മളെ മക്കളെ പോലെയുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കലക്കി കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക. നല്ല കളർ കിട്ടും പഴംപൊരി. ഉള്ള പരുവത്തിലാണ് കലക്കിയെടുക്കുന്നത്. അധികം വെള്ളവും വായ്പോറ്, അധികം കട്ടിയിൽ വായ്പോറ്. അതിനുശേഷം മുറിച്ച പഴങ്ങൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ 4 മണിക്ക് പലഹാരം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ അളവെടുക്കുക. ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. നല്ല പൈസ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് അടുപ്പത്തിടുക. ഇപ്പം വെളിച്ചെണ്ണക്കെല്ലാം ഭയങ്കര വിലയല്ലേ, അതൊന്ന് കുറച്ചേ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. നമുക്ക് രണ്ടാൾക്ക് മാത്രം ആയതുകൊണ്ട് അത്രയല്ലേ വേണ്ടു. 4 ഒന്നിച്ചിട്ടിടാം. അരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ തിരിച്ചിടുക. വെളിച്ചെണ്ണ വില കൊണ്ടാണ് അധികം ഒഴിക്കാൻ. ഒന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പഴംപൊരി ഇങ്ങനെ കോരി എടുക്കും. അടുത്തതായി കുറച്ച് ഈത്തപ്പഴം, പഴംപൊരിയുടെ കൂടെ വെറൈറ്റി ആയിട്ടെന്ന് വെച്ചിട്ട് കുറച്ച് ഈത്തപ്പഴം കൂടി. മകൾ ലീവിൽ വന്നതാണ്, അന്നേരം എന്തെങ്കിലും ആയി കൊടുക്കണ്ടേ, അതുകൊണ്ടുള്ള ഇതാണ്. അങ്ങനെ നമ്മളെ ഈത്തപ്പഴം പൊരിയും പഴംപൊരിയും റെഡിയായി. 4 മണിക്കത് ചായ വെക്കാനായി. ഇത് കുറച്ച് ബാക്കി ഉണ്ടായിട്ട് ഒന്നും കൂടി ഉണ്ടായിട്ട് എഴുതണം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 4 മണി പലഹാരം റെഡിയായി. ചായക്ക് ബേക്കറി ഒന്നും വാങ്ങേണ്ട പണിയില്ല. ഒരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് 3-4 ആൾക്ക് ചായ കുടിക്കാം. ചായൻ്റെ കടിയായി. അതുപോലെ തന്നെ ഒരു 5-6 ഈത്തപ്പഴം. വെറൈറ്റി പലഹാരം.